എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നാലാമത്തെ ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്യാസ് ലോസിനെ കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആദ്യത്തെ ലോ ഏതാണ്? ബോയ്സ് ലോ ആണ് അല്ലേ? ബോയ്സ് ലോയുടെ റിലേഷൻ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ബോയ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രഷറും വോളിയം അല്ലേ? പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് അത് തമ്മിലുള്ള റിലേഷൻ ആണ് ബോയ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുക. ആരെങ്കിലും കാണാത്തതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കണം. കാരണം അത് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ലോ ആണ്. ഇതാ നോക്കിയേ, റിലേഷൻ ബിറ്റ്വീൻ. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ ബോയ്സ് ലോ എന്താണ് പറഞ്ഞത്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇവിടെ എന്താണ്? വോളിയവും ടെമ്പറേച്ചറും കേട്ടോ. വോളിയവും ടെമ്പറേച്ചറും കേട്ടോ. നമ്മൾ ഇതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ലോവിനെ നമ്മൾ പറയുന്ന പേരാണ് ചാൾസ് ലോ എന്ന് പറയും കേട്ടോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്ന ലോ ആണ് ചാൾസ് ലോ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? എന്താണ് ഒഴിഞ്ഞ ഒരു ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പിലൊരു ഹോൾ ഇട്ടിട്ട് ഒരു പേനയുടെ റീഫിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ട്യൂബോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേനയുടെ റീഫില്ലാണ്. മഷി കളഞ്ഞ റീഫിൽ അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് അതിന് മേളിലേക്ക് കൊടുത്തുകൊണ്ട് അതിന് മേളിലേക്ക് ഒരു തുള്ളി മഷി, ഇതിന് മേളിലേക്ക് ഒരു തുള്ളി മഷി ഒഴിച്ചു. എന്നിട്ട് അത് ഊതി അതിന്റെ ഏകദേശം ആ റീഫില്ലിന്റെ നടുഭാഗത്താക്കൊണ്ട് ഏകദേശം ഈ ഒരു പോർഷനിലേക്ക് അത് കൊണ്ടുവരുവാണ് ഊതി വെച്ച്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ആ കുപ്പിനെ നമ്മൾ ഇരു കൈ കൊണ്ടും എങ്ങനെയാണ് അമർത്തി പിടിക്കുക, പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഉണ്ടല്ലോ, രണ്ട് കൈ കൊണ്ടും പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? നമുക്കറിയാം ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? മഷി ഇങ്ക് ഇവിടെയാണ് ഇരിക്കുന്നത് ഇല്ലേ? നമ്മൾ മേളിൽ കൂടെ ഇങ്ക് ഒഴിച്ച് ഊതി നമ്മൾ താഴേക്ക് ഇവിടെ ഒരു മിഡിൽ പോർഷനിൽ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചു ഇല്ലേ? അപ്പൊ എന്താണ്? പൊതിഞ്ഞ് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇങ്ക് മുകളിലോട്ട് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുകളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തായിരിക്കാം അതിന് കാരണം? മേളിലോട്ട് വരാൻ കാരണം എന്തായിരിക്കാം? അതാ ഇവിടെ നമ്മൾ കൈ പൊതിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ ചൂടുണ്ടല്ലേ, അവിടെ ടെമ്പറേച്ചർ വരുന്നുണ്ട് ഇല്ലേ? ചൂട് അവിടെ വരുന്നുണ്ട് ഇല്ല? ഗ്ലാസ്സിലേക്കും ഉള്ളിലുള്ള എയറിലേക്കും, ഉള്ളിൽ എന്താ എയറാണുള്ളത് അല്ലേ? എയറിലേക്കും എന്നാണ് ചൂട് വരുന്നുണ്ട്. ചൂട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇവിടെയുള്ള എയർ മോളിക്യൂൾസിന് വോളിയം കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാണ് ഇത് ഇവിടെയുള്ള എയർ മോളിക്യൂൾസ് എല്ലാം എന്താണ് ഇങ്ങോട്ട് വോളിയം കൂടുമ്പോൾ അത് എങ്ങോട്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് പോകണമല്ലോ. അപ്പം ഇതാണ് ഇവിടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഇതാണ്. അപ്പൊ ഇതിലേക്കൊരു പ്രഷർ കൊടുക്കും. ആ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഈ ഇങ്ക് മുകളിലോട്ട് തള്ളിപ്പോകുന്നതിന് കാരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ ആണല്ലേ? ടെമ്പറേച്ചർ അവിടെ കൂടി. ടെമ്പറേച്ചർ കൂടി ഇപ്പൊ എന്ത് സംഭവിച്ചു? വോളിയത്തിന് എന്ത് സംഭവിച്ചു? വോളിയം അവിടെ കൂടി ഇല്ലേ? വോളിയം, ഇവിടുത്തെ വോളിയം കൂടി. ആ വോളിയത്തിനോട് ഇരിക്കാനുള്ള ഇടയില്ല, വോളിയം അങ്ങ് കൂടുകയാണ്. അപ്പൊ അത് എങ്ങോട്ടെങ്കിലും പോകണം. അതിന്റെ പരമായിട്ട് ഈ റീഫില്ലിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. അതുകൊണ്ടാണിത് മുകളിലോട്ട് വരാൻ കാരണം. ക്ലിയർ ആയല്ലോ? ദ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേക്ക് എ സ്മോൾ ഹോൾ ഓൺ ദ ലിഡ് ഓഫ് എ ഗ്ലാസ് ബോട്ടിൽ ആൻഡ് ഫിക്സ് ആൻ എംപ്റ്റി റീഫിൽ ഇൻ ടു ഇറ്റ്. add a small drop of ink into the refill, then blow gently to move the ink to the center of the refill. Cover the bottle with your palms. What do you observe? എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ഇങ്കിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇങ്ക് റൈസസ് അപ്വേർഡ് എന്ന് പറയാം ഇല്ലേ? ഇങ്ക് റൈസസ് അപ്വേർഡ് ഇല്ലേ? ഇങ്ക് എങ്ങനെയാണ് മുകളിലോട്ട് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ് ടു വിച്ച് പോയിന്റ് ഓഫ് ദ അറേഞ്ച്മെന്റ് ഡസ് എയർ ഓക്യുപ്പൈ? എയർ ഏത് ഭാഗം വരെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? ഈ കുപ്പിയുടെ അടിഭാഗത്ത് തൊട്ട് റീഫില്ലുണ്ടല്ലോ, റീഫില്ലിന്റെ മഷി വരെയുള്ള ഭാഗം വരെ എയർ ഉണ്ട് ഇല്ലേ? ഭാഗം വരെ അവിടെ നിന്നാണ് എയർ അവിടെയുണ്ട്. അപ്പൊ നമ്മൾ പൊതിഞ്ഞു പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വായുവിൽ കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ഓഫ് ദി ബോട്ടിൽ ടു ദ പാർട്ട് ഓഫ് ദ റീഫിൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇങ്ക്. ഇനി വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ വെൻ കവേർഡ് ദ ബോട്ടിൽ വിത്ത് പാംസ്? നമ്മൾ കൈ കൊണ്ട് എന്താണ് ബോട്ടിലിനെ കവർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്? ടെമ്പറേച്ചർ, താപനിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ടെമ്പറേച്ചർ അവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ അവിടെ കൂടും ഇല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസസ് നമുക്ക് പറയാം കേട്ടോ. ടെമ്പറേച്ചർ ഇൻക്രീസസ് തന്നെ എഴുതണം കേട്ടോ. നിങ്ങളിങ്ങനെ ആരോ മാർക്ക് കിട്ടുന്ന വെച്ച് എഴുതല്ലോ കേട്ടോ. ടെമ്പറേച്ചർ ഇൻക്രീസസ് തന്നെ എഴുതുക.
ഇനി ഡസ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസസ് ഓർ ഡിക്രീസ് ഡ്യൂറിങ് ദിസ് പീരീഡ്? ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? വോളിയവും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയവും അവിടെ കൂടുന്നു. നമ്മൾ പഠിച്ചതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ വോളിയം കൂടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? അപ്പം വോളിയം അവിടെ കൂടുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നൗ ക്ലിയർ വൈ ദ ഇങ്ക് റൈസസ് അപ്പ് ഇൻ ദ റീഫിൽ. അപ്പൊ ദാറ്റ് ഈസ് ദ റീസൺ അല്ലെ, ഇങ്ക് മുകളിലോട്ട് കയറിപ്പോയുള്ള റീസൺ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം അവിടെ കൂടുന്നുണ്ട് അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം അവിടെ കൂടുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് മൂലമാണ് ഇത് മുകളിലോട്ട് ഉയരാനുള്ള കാരണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് പറയുവാണ്, നമ്മൾ ഏതാണ് ഈ കുപ്പിയെ ജലത്തിൽ വെച്ച് തണുപ്പിക്കുക. ഈ കുപ്പി നമ്മൾ വെള്ളത്തിലേക്ക് വെക്കുക. അപ്പൊ എന്താ കാണാൻ സാധിക്കും? അപ്പൊ എന്ത് കാണാൻ, ഇത് മേളിലോട്ട് ഉയർന്നല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ക് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക്, താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും? ഇങ്ക് മൂവ്സ് ഡൗൺവേർഡ് എന്ന് പറയാം അല്ലേ? എന്ത് പറയാം? ഇങ്ക് മൂവ്സ് ഡൗൺവേർഡ്. ഇങ്ക് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? ടെമ്പറേച്ചർ കുറഞ്ഞു ഇല്ലേ? ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം അവിടെ കുറഞ്ഞു. വാട്ട് ഹാപ്പൻസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് വെൻ ദ ബോട്ടിൽ ഈസ് കൂൾഡ്? ബോട്ടിൽ തണുപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് ടെമ്പറേച്ചർ അവിടെ കുറഞ്ഞു ഇല്ലേ? ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയം അവിടെ കുറഞ്ഞു. വോളിയത്തിന് എന്ത് സംഭവിച്ചു? വോളിയം അവിടെ ഡിക്രീസ് ചെയ്തു അല്ലേ? വോളിയം ഡിക്രീസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാവുമെങ്കിൽ ഫ്രം ദീസ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് വോളിയം? നമ്മൾ ഓൾറെഡി കണ്ടു ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വോളിയത്തിന് എന്ത് സംഭവിക്കും? വോളിയം അവിടെ കൂടും. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. മനസ്സിലായല്ലോ? അപ്പം ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? നമ്മൾ കണ്ടു ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ വോളിയം അവിടെ കൂടും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് റീസൺ കേട്ടോ. അപ്പം റീസൺ എന്താണ്? ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻ സീ ദാറ്റ് ദ ഇങ്ക് ഇൻ ദ റീഫിൽ ആക്ട്സ് ലൈക്ക് എ ഫ്രീലി മൂവിങ് പിസ്റ്റൺ ഇല്ലേ? ആ ഇങ്ക് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവിങ് പിസ്റ്റൺ ആയിട്ട് ആക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഫ്രീലി മൂവിങ് പിസ്റ്റൺ ആയിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ക് റൈസസ് അപ്പ് ഇൻ ദ റീഫിൽ ആൻഡ് വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ഇറ്റ് കംസ് ഡൗൺ. താഴേക്ക് വരും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ്? താഴേക്ക് വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസ് എല്ലാം ആയിട്ട് ടെമ്പറേച്ചർ കൂടുവാണ്. അപ്പൊ എന്ത് സംഭവിക്കുക? പിസ്റ്റൺ ഫ്രീലി മൂവിങ് പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് സംഭവിക്കുക എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് ഉയരും അല്ലെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് മുകളിലോട്ട് ഉയരുവാണ് ചെയ്യുന്നതിന് കാരണം എന്താണ്? വോളിയം കൂടുന്നത് കൊണ്ടാണ്. ദെൻ ടെമ്പറേച്ചർ താഴുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം അവിടെ കുറയും അല്ലേ? അപ്പൊ എന്താണ്? അത് താഴേക്ക് പോരും. അപ്പം ഇതേതാണ്? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. ഈ റിലേഷൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ചാൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ചാൾസ് ലോ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ചാൾസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്, അതുകൊണ്ട് ഇത് ചാൾസ് ലോ എന്ന് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടുവാസ് ദ എൻഡ് ഓഫ് 18th century ഇറ്റ് വാസ് ജാക്വസ് അലക്സാണ്ടർ സീസർ കേട്ടോ. സീസർ ചാൾസ് എന്നാണ് നോർമലി അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ചാൾസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഹു സ്റ്റഡീഡ് ആൻഡ് റെക്കോർഡ് ദ ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഗ്യാസിന്റെ വോളിയം അല്ലേ? ഗ്യാസിന്റെ വോളിയത്തിൽ മാറ്റം ഉണ്ടാകുന്നു കണ്ടുപിടിച്ചത് ആരാണ്? ചോദിക്കാം അല്ലേ? അപ്പൊ ആരാണ്? ചാൾസ് ആണ്. ആ ലോ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ചാൾസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? പ്രഷറും വോളിയം തമ്മിലുള്ള ബോയ്സ് ലോ ആണ്. വോളിയവും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ ബന്ധം കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ആണ്. അതുകൊണ്ടാണ് ഇത് ചാൾസ് ലോ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് ശരിക്കും കോൺസ്റ്റന്റ് പ്രഷറിലാണ് കേട്ടോ. നമ്മൾ പ്രഷർ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ആ ഒരു കണ്ടെയ്നറിലുണ്ടല്ലോ, ആ കണ്ടെയ്നർ നമ്മൾ എക്സ്ട്രാ പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ് കേട്ടോ. അത് ഓർത്തണം കേട്ടോ. കോൺസ്റ്റന്റ് പ്രഷറാണ്. പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ നോക്കിയേ, എന്താണ്? വോളിയം ആണ് ഇവിടെ വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ആണ് ഇവിടെ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ റഫായിട്ടൊന്ന് വരച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ ഇവിടെ കേട്ടോ ടെമ്പറേച്ചറും വോളിയം ആണ്. ഇവിടെ നമ്മൾ വോളിയം ഇങ്ങോട്ട് നമ്മൾ ടെമ്പറേച്ചറുമാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഇവിടെ എന്ന് പറയുമ്പം 0 നിന്നാണ് നമ്മളിവിടെ 50, 100 അങ്ങനെ ഒരു റേഞ്ചിൽ എടുക്കുകയെന്ന് ചോദിച്ചാൽ 100, 150, 200 അങ്ങനെ ഒരു റേഞ്ചിൽ എടുക്കുകയാണ്. ഇതുപോലെ തന്നെ വോളിയവും ഇതുപോലെ തന്നെ നമ്മൾ 50, 100 എന്നുള്ള റേഞ്ചിൽ എടുക്കുകയാണ്. മനസ്സിലാവുന്നുള്ള 100, 150 ഈ ഒരു റേഞ്ചിൽ എടുത്തു.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പ്രഷർ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രഷറിന് നമ്മൾ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഓർത്തോണം കേട്ടോ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മൾ എന്താണ് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു, വോളിയം കൂടുന്നു നമ്മൾ കണ്ടു അല്ലേ. അപ്പം അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ 50 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്പോസ് ഒരു എന്താണ് 100 ആണെന്ന് വിചാരിച്ചു. ടെമ്പറേച്ചർ 50 ആയിരിക്കുമ്പോൾ 100 വോളിയാണ്, 100 ആയിരിക്കുമ്പോൾ 150 ആണ്. അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് വോളിയം ഇങ്ങനെ കൂടുവാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ ഗ്രാഫ് വരും. ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. ഇനി ടെമ്പറേച്ചർ താഴ്ന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരിക കേട്ടോ. ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുവാണ്. ടെമ്പറേച്ചർ കുറഞ്ഞു വരിക. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ 50 100 ആയി. ഇനി അടുത്തത് ചൂട് കുറഞ്ഞു വന്നപ്പം അതായത് 0 വിചാരിച്ചു. 50 കഴിഞ്ഞ് ടെമ്പറേച്ചർ കുറഞ്ഞു 0 ഏകദേശം 50 ആണെന്ന് വിചാരിച്ചു ടെമ്പറേച്ചർ. ഒരിക്കലും 0 0 ആവില്ല കേട്ടോ. ടെമ്പറേച്ചർ 0 ആകുമ്പോൾ ഓർക്കോ കേട്ടോ, അത് ഓർത്തോണം. താപനില 0 ആകുമ്പോൾ ഒരിക്കലും വോളിയം 0 ആവില്ല. നമുക്കറിയാലോ താപനില കുറയുമ്പോൾ വസ്തുവിൻ്റെ വോളിയം കുറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ടെമ്പറേച്ചർ 0 ആകുമ്പോൾ വോളിയം എന്താണ് 50 ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെ പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നെഗറ്റീവ് എക്സാക്സ് ആണല്ലോ, നെഗറ്റീവ് വാല്യൂ ആണ്. അതായത് -50 അല്ലേ, -150 ഇങ്ങനെ നെഗറ്റീവ് വാല്യൂ വരും ഇല്ലേ. അങ്ങനെ നെഗറ്റീവ് വാല്യൂ വന്നിട്ട് സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് വരും. അതായത് -273 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. 150 200 250 അങ്ങനെ വരുവാണ്. ഈ -273 വരുമ്പോൾ ഈ വോളിയം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. കൃത്യമായിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുവാണെങ്കിൽ മനസ്സിലാകും കേട്ടോ. ഇനിയിപ്പോൾ റഫായിട്ട് വരച്ചത് കൊണ്ടാണ്. അതായത് ഒരു വസ്തുവിൻ്റെ എത്ര ഉള്ള കാര്യം, ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, വോളിയം അവിടെ കുറയും. ക്ലിയർ ആയല്ലോ. അങ്ങനെ വോളിയം കുറഞ്ഞ് അതായത് വോളിയം ഒരു 0 ആവും. വോളിയത്തിൻ്റെ വോളിയം ഒട്ടും ഇല്ലാതാവും. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആയിരിക്കും. -273 ആയിരിക്കും. -273.15 ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്തുമ്പോഴാണ് അത്രയും കുറഞ്ഞ താപനില. മൈനസ് വാല്യൂ ഒന്നും നമ്മൾ സാധാരണയായിട്ട് എടുക്കാറില്ല. നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല കേട്ടോ. ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരെയുള്ളൂ നമ്മൾ എടുക്കാറുള്ളൂ. താപനില ഇല്ലാത്ത അവസ്ഥ. നെഗറ്റീവ് വാല്യൂ ഒന്നും നമ്മളിങ്ങനെ തിയററ്റിക്കലായിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതാ നോക്കിയേ, ഒരു -273 വരുമ്പോൾ ആ വസ്തുവിൻ്റെ വോളിയം എന്തായിട്ട് 0 ആയിട്ട് മാറും. അതാണ് ഇവിടെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്? അതായത് -273 കണ്ടല്ലേ, കുറഞ്ഞു വന്നിട്ട് അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഇവിടെ 50 100 150 ഇങ്ങനെയാണുള്ള വാല്യൂ വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാ നോക്കി കുറഞ്ഞു വന്ന് വോളിയം ഇല്ല, വോളിയം എന്താ 0 ആണ്. ദാ ഈ പോയിന്റ് ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയേ, -273.15 ഡിഗ്രി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ -273.15 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം എന്തായിട്ട് മാറുന്നുണ്ട്, 0 മാറുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് അപ്പോൾ ഓർക്കുക കേട്ടോ, ഒരു വസ്തുവിൻ്റെ വോളിയം 0 ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -273.15 ഡിഗ്രിയാണ്. അപ്പോൾ വോളിയം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറാണ് വെച്ചിരിക്കുന്നത്. ഇനി പ്രഷർ ചേഞ്ച് ചെയ്താലും കേട്ടോ, പ്രഷർ ചേഞ്ച് ചെയ്താലും ഇതേപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0 ആവുന്ന ഈ ഒരു പോയിന്റിൽ തന്നെയായിരിക്കും. ഇപ്പോൾ എടുത്ത പ്രഷർ സപ്പോസ് ഒരു 1 atm പ്രഷറാണെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ വേറെ പ്രഷർ വെച്ചു, 2 atm പ്രഷർ വെച്ചു. ആ സമയത്തും ആ വസ്തുവിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 0 ആവുന്ന ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് എഴുതിയിട്ടുണ്ട്. -273.15 ഡിഗ്രി സെൽഷ്യസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ബിക്കം 0 ഈവൻ ഇഫ് ദ പ്രഷർ ഈസ് ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഓൾ ദ സ്ട്രെയിറ്റ് ലൈൻസ് മീറ്റ് അറ്റ് -273.15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ താഴെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ ഒരു ഗ്രാഫ്, വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഉണ്ടല്ലേ, പല പ്രഷർ വാല്യൂവിൽ അല്ലേ, ഇത് P1 പ്രഷർ, P2 പ്രഷർ, പല പ്രഷർ വാല്യൂവിൽ വന്നാലും വസ്തുവിൻ്റെ വോളിയം 0 0 പോയിന്റ് ഏതാണ്, ദാ ഈ പോയിന്റ്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം എങ്ങനെയായിട്ട് മാറുന്നുണ്ട്, 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ 0 ആ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതായത് -273.15 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ടെമ്പറേച്ചർ, അത്രയും ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് കേട്ടോ. ആബ്സല്യൂട്ട് 0 എന്ന് പറയും കേട്ടോ. ആബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പറയുന്ന കേവല 0 എന്ന് പറയും കേട്ടോ. കേവല 0, അതായത് വോളിയം 0 ആവുന്ന ടെമ്പറേച്ചർ എത്രയാണ്,
-273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ വാല്യൂ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നോ കേട്ടോ. -273.15 ഡിഗ്രി സെൽഷ്യസിലാണ്. അല്ലെങ്കിൽ ജനറലി നമ്മൾ എടുക്കുന്നത് -273 എന്നാണ് എടുക്കുന്നത്. ജനറലൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്, റൗണ്ട് ചെയ്ത് എടുക്കുന്നത് -273 എന്നാണ്. അപ്പം -273 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആബ്സലൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്നാണ് പറയുന്നത്. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് -273 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആബ്സലൂട്ട് സീറോ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു പേര് നൽകിയത് ഒരു സയന്റിസ്റ്റ് ആണ്, ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പർപ്പസിനൊക്കെ നമ്മൾ എന്താണ് ഈ കെൽവിൻ സ്കെയിലേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? കെൽവിനിലേക്ക് മാറ്റുന്ന കണ്ടില്ലായിരുന്നോ? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? 273 ആഡ് ചെയ്യുകയല്ലേ ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി കെൽവിൻ സ്കെയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ 273 ആഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ആ വാതകത്തിന്റെ വോളിയം 0 ആവുന്ന ഈ ഒരു -273 അപ്പം അതിനെ നമ്മൾ പറയുന്ന ആബ്സലൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയും. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് അല്ലെങ്കിൽ പ്രായോഗിക ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, താപനില അളക്കാനുള്ള കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചു, കെൽവിൻ സ്കെയിൽ ഉണ്ടാക്കി. താപനില അളക്കാൻ നമ്മൾ എപ്പോഴും കെൽവിൻ സ്കെയിലല്ലേ എടുക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ് എടുക്കുന്നത്. അത് ഇതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആബ്സലൂട്ട് സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സെൽഷ്യസിലാവുകയാണെന്നുണ്ടെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനാണെങ്കിൽ എത്രയാണ്? 0 കെൽവിൻ ആണ്. ശരിയല്ലേ? ഡിഗ്രി സെൽഷ്യസിലാവണമെങ്കിൽ -273 ആണ്. കെൽവിൻ വരുമ്പോൾ 0 കെൽവിൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കിയ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് ജലത്തിന്റെ ദ്രവനില ഉണ്ടല്ലോ, ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എത്രയാണ്? കെൽവിനിലേക്ക് വരുമ്പോൾ 273 ഇല്ലേ? നമ്മൾ കൂട്ടുവല്ലേ ചെയ്യുന്നത്, 273 കൂട്ടുവല്ലേ ചെയ്യുന്നത് കെൽവിനിലേക്ക് ആക്കാൻ. അപ്പം 273 ആണ്. അത് നോക്കിയാൽ 115 ലിറ്റർ ആണ് വരുന്നത് കേട്ടോ. ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, തിളനില എന്ന് പറഞ്ഞില്ലേ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എത്രയാണ്? 373 ആണ്. അപ്പം ഞാൻ നോക്കി വോളിയം എന്തായിട്ട് മാറി? വോളിയം ഇവിടെ കൂടി ഇല്ലേ? അതായത് ടെമ്പറേച്ചർ ഇവിടെയാണ് ഈ കേസിൽ കണ്ടില്ലേ, ടെമ്പറേച്ചർ 0-യിൽ നിന്നും ഇല്ലേ ടെമ്പറേച്ചർ കൂടുവല്ലേ ചെയ്ത്. കെൽവിന്റെ കേസ് വരുവാണെങ്കിൽ 0-യിൽ നിന്നും 273 ആയി, 373 ആയി. ഡിഗ്രി സെൽഷ്യസ് നിന്ന് വരുവാണെങ്കിൽ മൈനസ് വാല്യൂവിൽ നിന്ന് 0 പിന്നെ കൂടിക്കൂടി വരുവാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വോളിയം എങ്ങനെയാണ്? വോളിയം ഇവിടെ കൂടി. മനസ്സിലായല്ലോ? അതായത് താപനില കൂടിയപ്പോൾ വോളിയം കൂടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഗ്രാഫ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് വെച്ചൊക്കെ ചോദിക്കാം കേട്ടോ. VT ഗ്രാഫ് അത് ചാൾസ് ലോവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓർത്തോണം, ഇപ്പം ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വന്നാൽ അതുകൊണ്ട് ഏതൊരു പ്രഷർ പോയിന്റിൽ വന്നു കഴിഞ്ഞാലും വോളിയം എത്രയായിരിക്കും? 273 വരുമ്പോൾ അത് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് വാസ് ലോർഡ് കെൽവിൻ ഹു ഐഡന്റിഫൈഡ് ദാറ്റ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ എ ഗ്യാസ് ഈസ് എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് നെയിംഡ് ഇറ്റ് എങ്ങനെയാണ്? ആബ്സലൂട്ട് സീറോ. ആബ്സലൂട്ട് സീറോ അല്ലെങ്കിൽ എന്താണ്? കേവല പൂജ്യം കേട്ടോ. ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് -273 ഡിഗ്രി ഈസ് ടേക്കൺ ആസ് എ വാല്യൂ ഓഫ് ആബ്സലൂട്ട് സീറോ. അപ്പോൾ ആബ്സലൂട്ട് സീറോയുടെ വാല്യൂ നമ്മൾ എപ്പോഴും എത്രയാണ് എടുക്കുന്നത്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കുക കേട്ടോ. ആബ്സലൂട്ട് സീറോയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ്. യൂസിങ് ദിസ് ഹി ഡെവലപ്ഡ് ദ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി കെൽവിൻ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? കെൽവിനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 273 ആഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ടേബിളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്താണ്? വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ചാൾസ് ലോ എന്ന് പറയുന്നത്. ചാൾസ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വോളിയം കൂടുന്നു. അതായത് പ്രഷർ അവിടെ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ കേട്ടോ, പ്രഷർ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എങ്ങനെയാണ്? കൂടും. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചാൾസ് ലോ. ഇതാ നോക്കിയേ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ കേട്ടോ. കെൽവിൻ സ്കെയിലെ ടെമ്പറേച്ചർ ആണ് നമ്മൾ എടുക്കുന്നത്. ദിസ് ഈസ് ചാൾസ് ലോ. അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, ക്ലിയർ ആയല്ലോ? പ്രഷർ കേട്ടോ, മർദ്ദം, പ്രഷർ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ്, ഒരു നമ്മളെടുക്കുന്ന ഇതുണ്ടല്ലോ, വാദം ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ മാസമുള്ള വാദം ഉണ്ടല്ലോ, അതിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് അവിടെ പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ അനുപാതത്തിലായിരിക്കും നമുക്ക് പറയാം.
അല്ലേ? അപ്പം ഓ നമുക്ക് ഇങ്ങനെ എഴുതാം വി പ്രപ്പോർഷണൽ ടു ടി എന്ന് എഴുതി, ഓർ വി ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണ്ടേ, നമ്മളൊരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു ടി എന്ന് കൊടുത്തു. ക്ലിയർ ആയല്ലോ? കെ എന്ന് വെച്ചാൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒരു സ്ഥിരസംഖ്യയാണ്. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്, ബി ബൈ ഈ ടീനെ ഇങ്ങോട്ടുണ്ട്, അപ്പോൾ ബി ബൈ ടി എന്ന് വരും. ബി ബൈ ടി ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ബി ബൈ ടിയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു സ്ഥിര സംഖ്യയായിരിക്കും കിട്ടുന്നത്. മനസ്സിലാകാതെ ഈ ടേബിളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ബി ബൈ എവിടെ നോക്കിയാലുണ്ടല്ലോ, ബി ബൈ ടി 115 ഡിവൈഡ് ബൈ 273 അവിടെ 150 ഡിവൈഡ് ബൈ 317 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പം അതായത് ബി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയാലോ? അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് ചാൾസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയുകയാണ്, ഒരു പർട്ടിക്കുലർ ഗ്യാസ് നമ്മൾ എടുത്തിരിക്കുകയാണ്, ഡെഫിനറ്റ് വോളിയം അല്ലെങ്കിൽ ഡെഫിനറ്റ് മാസ് ഉള്ളൊരു ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V1 ആണ്. അടുത്ത ടെമ്പറേച്ചർ T2ലുള്ള അതിൻ്റെ വോളിയം എന്ന് വെച്ചാൽ V2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇക്വേഷൻ നമുക്ക് എഴുതാം V1 ഡിവൈഡ് ബൈ T1 അല്ലേ? V1 ഡിവൈഡ് ബൈ T1 എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, പർട്ടിക്കുലർ പ്രഷറിലുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ മാസിലുള്ള ഒരു ഗ്യാസിൻ്റെ. ക്ലിയർ ആയല്ലോ? അതെന്ന് പറഞ്ഞിരിക്കുന്നത് V2 ബൈ T2നോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കെ ആണ്, ഒരു സ്ഥിരസംഖ്യയാണ് കേട്ടോ, കെ ആയിരിക്കും. അവിടെ ഒരു പ്രോബ്ലം കൊടുത്തിരിക്കുന്നുണ്ടോ? അതാ നോക്കിയാൽ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓർത്തോണം കേട്ടോ. ദ വോളിയം ഓഫ് ദ ഡെഫിനറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ആർ V1 ആൻഡ് V2 at temperature T1 and T2. therefore ഇക്വേഷൻ കേട്ടോ V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2 ആയിരിക്കും. ഇതങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്ത് നോക്കാം. ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലുണ്ടാകുന്ന വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയാലും? അപ്പം ടെമ്പറേച്ചർ, ആദ്യത്തെ ടെമ്പറേച്ചർ T1 27 ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൺവേർട്ട് ചെയ്യണം, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് 27 പ്ലസ് എത്രയാണ് 273 ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 300 എന്ന് വരും കേട്ടോ. 300 കെൽവിൻ എന്ന് വരും. ക്ലിയർ ആയല്ലോ? ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എത്രയാണ്? V1 തന്നിട്ടുണ്ട് 150 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? T2 എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിൻ ആണ്. നമുക്ക് എന്താണ്? V2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? V2 നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? V1 ഡിവൈഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ T2 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ V2 അല്ല, ഇതല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതായത് V2 T1 ഈസ് ഈക്വൽ ടു V1 T2 എന്ന് എഴുതാമല്ലോ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഈ ഇക്വേഷൻ നമുക്ക് V2 എഴുതാമല്ലോ. V2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? V1 T2 ഡിവൈഡഡ് ബൈ T1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? V1 ഇവിടെ എത്രയാണ്? V1 150 ആണ്. T2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 273 ആണ്. ഡിവൈഡ് ബൈ T1 എത്രയാണ്? 300 ആണ്. ക്ലിയർ ആയല്ലോ? ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 15 ഇവിടെ 2 പോവും. ദെൻ 273 ഡിവൈഡ് ബൈ 2 വരും കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് 136 കേട്ടോ. 136.5 ലിറ്റർ എന്ന് വരും ആൻസർ. അതായത് V2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അതേപടി എടുത്ത് എഴുതല്ലേ, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇക്വേഷൻ ഏതാണോ വേണ്ടത് അതിലേക്ക് ഇക്വേഷനെ മാറ്റി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? നോക്കാം കേട്ടോ. പ്രോബ്ലം ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 300 കെൽവിൻ ടെമ്പറേച്ചർ ഈസ് 60 ml. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ബിക്കംസ് 20 ml. എന്താണ്? 300 കെൽവിൻ കേട്ടോ. 300 കെൽവിൻ താപനിലയിൽ ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തി എത്രയാന്ന് തന്നിട്ടുണ്ട്? 60 ml ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 300 കെൽവിനിൽ. ഇനി ഏത് താപനിലയിലാണ് ഈ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 20 ml ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ എടുത്ത് എഴുതാം. T1 ടെമ്പറേച്ചർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കെൽവിനിൽ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ എഴുതുക. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതണം കേട്ടോ. ദെൻ കറസ്പോണ്ടിങ് വോളിയം V1 ആണ് എത്രയാണ്? 60 ml ആണ് തന്നിട്ടുണ്ട്.
മനസ്സിലാവുന്നല്ലോ. ഇനി T2 നമുക്കറിയില്ല, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 തന്നിട്ടുണ്ട്, 20 ml എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്മൾ മുമ്പേ എഴുതിയതുപോലെ തന്നെ V1/T1 is equal to V2/T2 എന്ന് എഴുതുക കേട്ടോ. V2/T2 എന്ന് എഴുതുക. നമുക്ക് ഏതാണ് T2 ആണ് വേണ്ടത്, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് V1T2 is equal to V2T1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. നമുക്ക് പിന്നെ എന്താണ് വേണ്ടത്, T2 അല്ലേ വേണ്ട. അപ്പൊ T2 is equal to V2T1 divided by V1. That is equal to V2 എന്ന് പറഞ്ഞാൽ 20 ആണ്, T1 എന്ന് പറഞ്ഞാൽ 300 ആണ്, ഡിവൈഡ് ബൈ V1 എന്ന് പറഞ്ഞാൽ 60 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നോക്കി 20യും 60യും കൂടെ പോവാം. 3 ഇവിടെ വരും, ദെൻ 3യും ഇതും പോയി പിന്നെ എത്ര വരും, 1 വരും ഇല്ല, അതായത് 100 എന്ന് വരും. 100 ടെമ്പറേച്ചർ T2 എത്രയാണ്, 100 കെൽവിൻ അല്ലേ, 100 കെൽവിൻ അല്ലേ. 3 മനസ്സിലായല്ലോ. അപ്പം 100 കെൽവിൻ ആണ്. T2 നമുക്ക് 100 കെൽവിൻ കിട്ടി. മനസ്സിലായല്ലോ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇലൂസ്ട്രേറ്റഡ് ഇൻ ദ 2 ഗ്രാഫ് ഗിവൺ ബിലോ. 2 ഗ്രാഫ് ഇവിടെ തന്നിട്ട് എന്താണ്, ഒരു കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺസ്റ്റന്റ് പ്രഷറാണ്, മർദ്ദം അവിടെ സ്ഥിരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മർദ്ദം സ്ഥിരമായിട്ടുള്ള ഒരു നിശ്ചിതമായ വാതകത്തിന്റെ വ്യാപ്തവും എന്താണ് ടെമ്പറേച്ചറും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. 2 ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ, ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള ഗ്രാഫ് ഏതാണ്, ഇതാണല്ലേ. പ്രഷർ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചറും വോളിയം എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഇങ്ങോട്ട് പോകുന്നതും കൂടുവാണ് അല്ലേ. അപ്പൊ വോളിയത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, വോളിയവും കൂടുവാണ്. അപ്പൊ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് എഴുതണം കേട്ടോ. ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഈസ് ഓൾസോ ഇൻക്രീസസ്. ഇനി ടു വിച്ച് ഗ്യാസ് ലോ ഡു ദീസ് ഗ്രാഫ് റിലേറ്റ്. ഏത് ഗ്യാസ് ലോ ആണ്, എന്താണ് എഴുതേണ്ടത്, ചാൾസ് ലോ അല്ലേ. ക്വസ്റ്റ്യൻ കണ്ടോ എങ്ങനെയാ വരുന്നത്, ചാൾസ് ലോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ദ ലോ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ദെൻ വാട്ട് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് ദ വാല്യൂ ഓഫ് V/T. V/Tയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയാൽ, രണ്ടാമത്തെ ഗ്രാഫ് എന്താണ്, എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ ആണ്. Y ആക്സിൽ ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്, V/T ആണ് അല്ലേ. V/T ആണ് Y ആക്സിസ്. V/T ഇവിടെ എങ്ങനെയാണ് വാല്യൂ വന്നിരിക്കുന്നത്, നേരെ പോയിരിക്കുന്നത്. അതായത് V/T എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആണ് ഇല്ലേ. V/T എന്ന് വെച്ചാൽ സ്ഥിരസംഖ്യയാണ്. അല്ലെങ്കിലും അറിയാലോ നമുക്ക് V/T എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടതല്ലേ. മനസ്സിലാവുന്നുണ്ട്. V/T എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഗ്രാഫിലാണേലും V/T ആണ് അവിടെ കൊടുത്തിരിക്കുന്നെങ്കിൽ കേട്ടോ, ഗ്രാഫിലാണേലും V/T ആണ് അവിടെ കൊടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഗ്രാഫ് നോക്കാതെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. V/T ആവുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ചാൾസ് ലോ ഇൻ എവരിഡേ ലൈഫ്, അതായത് നിത്യജീവിതത്തിൽ പ്രയോഗികമാവുന്ന ചാൾസ് ലോ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയേ. ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയർസ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ. അതായത് വേനൽക്കാലത്താണല്ലോ, വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറയ്ക്കത്തുള്ളൂ. അപ്പൊ എന്താണ് പ്രത്യേകത, വേനൽക്കാലം ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ അവിടെ കൂടുതലാണ് ഇല്ലേ. ഇവിടെ നിന്നാണ് കുറഞ്ഞ പ്രഷറിലൂടെ എയർ അവിടെ നിറയ്ക്കുക. ആ പ്രഷർ അവിടെ എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഒരു ഫിക്സഡ് പ്രഷർ അവിടെ നിറച്ചു വെച്ചിരിക്കുകയാണ് ഒരു കുറഞ്ഞ അളവില്. അപ്പൊ വേനൽക്കാലം ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, വോളിയം അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അതിന് ആ പാർട്ടിക്കിൾസിന് അവിടെ ഇരിക്കാനുള്ളത് എക്സ്പാൻഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും, പ്രഷറും കൂടെ കൂടുവാണെന്നുണ്ടെങ്കിൽ, കൂടിയ പ്രഷർ ആവുകയാണെങ്കിൽ പ്രഷർ അവിടെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്, അതിന്റെ ഉള്ളിൽ പ്രഷർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കൂടിയ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ വോളിയം അവിടെ കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യും, എന്താണ്, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ബ്രേക്ക് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് നമ്മൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഹൈ പ്രഷർ ഫില്ല് ചെയ്യല്, കുറഞ്ഞ പ്രഷറുള്ളൂ വെക്കത്തുള്ളൂ. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പം ദാറ്റ് ഈസ് ദ റീസൺ. ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എന്താണ്, ലിക്വിഡ് അമോണിയ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്വിക്ക്ലി ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ദ കണ്ടെയ്നേഴ്സ് ഓഫ് ലിക്വിഡ് അമോണിയ ആർ സബ്മറൈസ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ സം ടൈം ബിഫോർ ഓപ്പണിംഗ്. എന്താണ് ലിക്വിഡ് അമോണിയ, അതായത് ദ്രാവക അമോണിയ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ ദ്രാവക അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത്, ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് പെട്ടെന്ന് എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ആവുന്ന ഒരു വസ്തുവാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് നമ്മൾ കണ്ടെയ്നറിൽ ഇരിക്കും. അത് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ആ കണ്ടെയ്നർ നമ്മൾ എന്താണ് കോൾഡ് വാട്ടറിലേക്ക് മുക്കി വെക്കും
അതിന് കാരണം എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ക്വിക്ലി ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുവാണ്. പെട്ടെന്ന് തന്നെ ലിക്വിഡിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുവാണ് അത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് സംഭവിക്കും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വോളിയം അവിടെ കൂടും, ഇല്ലേ? വോളിയം കൂടുമല്ലേ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് ടെമ്പറേച്ചർ അവിടെ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പുറത്തെ ടെമ്പറേച്ചർ നമുക്കറിയാലോ കൂടുതലായിരിക്കും. അപ്പം പുറത്തെ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ വോളിയം പിന്നെ അവിടെ എക്സ്പാൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെ വോളിയം അവിടെ കൂടുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്ത് സംഭവിക്കും? കണ്ടെയ്നർ ചൂടായിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വോളിയം അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ അത് ഇതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് ഹൈ പ്രഷർ അതിൻ്റെ അകത്ത് എന്താണ് വരും, കൂടുതൽ പ്രഷർ. ഓൾറെഡി അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ പ്രഷറിലാണ്, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രഷർ അവിടെ വരും. അപ്പോൾ പൊട്ടിപ്പോകാൻ അല്ലെങ്കിൽ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, സേഫ് അല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് റീസൺ. അപ്പം അതിനുവേണ്ടി അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അത് കോൾഡ് വാട്ടറിൽ വെക്കും. കോൾഡ് വാട്ടറിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ അവിടെ കുറയും, ഇല്ലേ? അപ്പോൾ എന്താണ് വോളിയം അവിടെ കുറയും. അപ്പോൾ സേഫ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ റീസൺ കേട്ടോ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയർസ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ. വേനൽക്കാലത്ത് വാഹനങ്ങൾ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. സമ്മറിൽ നമുക്കറിയാം വെതർ എങ്ങനെയാണ്? ഹോട്ടാണ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം, അല്ലേ? വോളിയം കൂടും, അതായത് എക്സ്പാൻഡ് ചെയ്യും, അല്ലേ? അപ്പം എന്താണ് അതിനുള്ളിൽ ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട്. അപ്പം ഹൈ പ്രഷർ പിന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബേസ്റ്റ് ആയി അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻ സമ്മർ ദി വെതർ ഈസ് ഹോട്ട്. വെൻ എയർ ഗെറ്റ്സ് ഹോട്ട് ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ടേക്ക് അപ്പ് മോർ സ്പേസ്. കൂടുതൽ സ്പേസ് അവിടെ ആവശ്യമായിട്ട് വരും. ഇഫ് ടയേഴ്സ് ആർ ഓൾറെഡി ഫിൽഡ് വിത്ത് ഹൈ പ്രഷർ എയർ ഹീറ്റിംഗ് വിൽ മേക്ക് ദ പ്രഷർ ഈവൻ ഹൈ. ഇല്ല, നമ്മൾ ഓൾറെഡി ഹൈ പ്രഷർ വെക്കുകയാണെങ്കിൽ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും പ്രഷർ അവിടെ കൂടും, ഇല്ല? അപ്പം ടു മച്ച് പ്രഷർ ക്യാൻ മേക്ക് ദ ടയർ ബസ്റ്റ്. കൂടുതലായിട്ട് പ്രഷർ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും, നമ്മൾ അറിയാവുന്ന കാര്യമല്ലേ? അതാ നോക്കുക, വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നത് താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടി ടയർ പൊട്ടുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിയാൽ ലിക്വിഡ് അമോണിയയുടെ കേസിൽ കേട്ടോ. അതെന്താണ് സംഭവിക്കുന്നത്? ലിക്വിഡ് അമോണിയ ഈസിലി ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ഇല്ലേ? ലിക്വിഡ് അമോണിയ പെട്ടെന്ന് തന്നെ ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. ഗ്യാസ് ആയി കഴിഞ്ഞാൽ തന്നെ വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യും, ഇല്ലേ? പുറത്തോട്ട് പോയി കഴിയുമ്പോൾ വോളിയം, ഇല്ലേ? വോളിയം ഇൻക്രീസസ് ചെയ്യും നല്ലതുപോലെ. അപ്പം കണ്ടെയ്നർ ചൂടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടോ, ഇഫ് ദ കണ്ടെയ്നർ ഈസ് വാം ദ അമോണിയ ഗ്യാസ് ഇൻസൈഡ് എക്സ്പാൻഡ്സ് ടു മച്ച്. അതായത് ടെമ്പറേച്ചർ അവിടെ, ഇല്ലേ? കണ്ടെയ്നർ ചൂടായി കഴിഞ്ഞാൽ വോളിയം അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പം വോളിയം അവിടെ കൂടി ചെയ്യുന്ന അതിന് ഒരുപാട് സ്ഥലം വേണമല്ലോ ഇരിക്കാൻ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ഉള്ളിലെ പ്രഷർ അങ്ങ് കൂടും. ഓൾറെഡി ഒരു പ്രഷറിലാണ് വെച്ചിരിക്കുന്നത്, അപ്പം കൂടുതലായിട്ട് പ്രഷർ വരും. അപ്പോൾ ഹൈ പ്രഷർ ആയി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ടു അവോയ്ഡ് ദീസ് കണ്ടെയ്നർ ഈസ് കെപ്റ്റ് ഇൻ കോൾഡ് വാട്ടർ ബിഫോർ ഓപ്പണിംഗ്. കൂളിംഗ് മേക്സ് അമോണിയ ഗ്യാസ് കോൺട്രാക്ട് സോ ദ പ്രഷർ ബിക്കം സേഫ്. അപ്പം കൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതിന്? വോളിയം അവിടെ കുറയും, ഇല്ല? വോളിയം കുറയും. അപ്പം ആ പ്രഷർ എന്താണ്? പ്രഷർ അതനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിൽക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഷോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. കൂളിംഗ് റെഡ്യൂസസ് ദ വോളിയം ആൻഡ് പ്രഷർ ഓഫ് അമോണിയ ഗ്യാസ് മേക്കിംഗ് ഇറ്റ് സേഫ് ടു ഓപ്പൺ ദ കണ്ടെയ്നർ. അപ്പോൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വോളിയം കുറയും, അല്ലേ? അപ്പം പ്രഷറും അവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ സേഫ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. കുപ്പി തണുപ്പിച്ച് തുറക്കുമ്പോൾ അമോണിയയുടെ വ്യാപ്തം കുറയുന്നതിനാൽ പുറത്തേക്ക് തെറിക്കുന്നില്ല. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. ദാറ്റ് ഈസ് ദ റീസൺ, മെയിൻ റീസൺ അതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ചാൾസ് ലോ ആണ് നമ്മൾ പഠിച്ചത്. പ്രത്യേകം ഓർത്തോണം, ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വോളിയം കൂടും. അതാണ് നമ്മുടെ ചാൾസ് ലോ പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ -273 കേട്ടോ, ഓർത്തിരിക്കുക. -273 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ വോളിയം 0 ആവുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആബ്സലൂട്ട് 0 എന്നാണ് പറയുന്നത് കേട്ടോ. ആബ്സലൂട്ട് 0 അല്ലെങ്കിൽ എന്താണ്? കേവല 0 എന്നാണ് പറയുന്നത്. ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. പ്രോബ്ലംസും ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുമ്പോൾ ഈ ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ. മനസ്സിലാക്കുക, പഠിക്കുക. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ, കമൻറ്റിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്